ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ്സ് ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തീർത്തൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളെപ്പോൾ കാണുന്നു അപ്പം മുതൽ വാലിഡ് ആവുന്നതായിരിക്കും. നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്നത് മാത്രം സ്വീകരിക്കുക, അല്ലാത്തത് ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യരുത്, വിട്ടുകളയുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, ഈ സമയം നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ മനസ്സിലേക്ക് കൊണ്ടുവരിക. നല്ല മെമ്മറീസൊക്കെ അവരുമായിട്ടുള്ളത് ഓർക്കുക. ഓക്കെ, ഞാൻ ഷഫിൾ ചെയ്യാൻ പോവാണ്. ഓക്കെ, ഓക്കെ, 2 കാർഡ് വേണ്ടിയിട്ടുണ്ട്. 7 ഓഫ് കപ്സ്, 9 ഓഫ് കപ്സ്. നമുക്ക് 5 കാർഡ് നോക്കാം. ഈ സമയം നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക, നല്ല മെമ്മറീസൊക്കെ അവരുമായിട്ടുള്ളത് ഓർക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഓക്കെ, നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്, പേജ് ഓഫ് പെൻറ്റക്കിൾസ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ്സ് എന്താണെന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ, ഒരു കാർഡ് കൂടി നമുക്ക് എടുക്കാം. 5 കാർഡാണ് കിട്ടി. 10 ഓഫ് പെൻറ്റക്കിൾസ്, ബോട്ടം ഓഫ് ദി ഡെക്ക്, 6 ഓഫ് സോർട്സ്. ഓക്കെ, ഓക്കെ, നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഇവിടെ ടോട്ടലി മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഈ ഡെക്കിൽ വന്നിരിക്കുന്ന ഒരു പോസിറ്റിവിറ്റി ആണ്. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. 7 ഓഫ് കപ്സ് ആണ് ആദ്യം വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്, നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ അവരിപ്പോൾ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരൊരു ആക്ഷൻ എടുക്കുന്നില്ല എന്നുള്ളതാണ്. ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ച് കൂട്ടുന്നുണ്ട്, പ്ലാൻ ചെയ്യുന്നുണ്ട്, എന്തോ അവർ ആക്ഷൻ എടുക്കുന്നില്ല. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ജിമ്മിലൊക്കെ പോകാനായിട്ട് പ്ലാൻ ചെയ്തിട്ട് പിറ്റേ ദിവസം അലാമൊക്കെ സെറ്റ് ചെയ്ത് എഴുന്നേക്കണം എന്നൊക്കെ വിചാരിച്ച് അലാം അടിക്കുമ്പോൾ അത് ഓഫ് ചെയ്ത് കിടന്നുറങ്ങുന്ന ഒരു അവസ്ഥ. ആക്ഷൻ എടുക്കുന്നില്ല, പ്ലാൻ മാത്രമേ ഉള്ളൂ, ആക്ഷൻ ഇല്ല. അപ്പോൾ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണുന്നുണ്ട് ഇവിടെ. മേ ബി ചിലപ്പോൾ ഒരു ഫാമിലിയൊക്കെയുള്ള പേഴ്സൺ ആയിരിക്കാം, ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സൊക്കെ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളുടേത്. എല്ലാവർക്കും അങ്ങനെ ആവണം എന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഒരു തേർഡ് പാർട്ടി ഇപ്പോൾ നിങ്ങളിലേക്ക് ഇവർ വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂ ഇവരുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാം. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇവർ ആക്ഷൻ എടുക്കാത്തത്. ഓക്കെ, എന്താണെങ്കിലും അവർ നിങ്ങളെ ഓർക്കുന്നുണ്ട്, ആക്ഷൻ കമ്മിങ് സൂൺ എടുക്കും എന്നുള്ളതാണ്. നിലവിൽ ആക്ഷൻ ഇല്ല. അപ്പോൾ നമുക്ക് അടുത്ത കാർഡ് നോക്കുമ്പോൾ ഒന്നുകൂടി ക്ലിയർ ആവും. ഓക്കെ, അവർ കമ്മിങ് സൂൺ ആക്ഷൻ എടുക്കും എന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് കറക്റ്റാണ്. കമ്മിങ് സൂൺ അവർ ആക്ഷൻ എടുത്ത് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ഇതൊരു 9 ഓഫ് കപ്സ് ആണ്. ഇതൊരു വിഷ് കാർഡ് കൂടിയാണ്. എന്താഗ്രഹിക്കുന്നോ അത് നടക്കും. അപ്പോൾ അവർ നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. അവരുടെ എന്താ പറയുക, കൂടുതൽ അവർക്ക് ആത്മവിശ്വാസമൊക്കെ കിട്ടുന്നുണ്ട്. കഴിഞ്ഞ കാലത്തിൽ നിങ്ങളിലെ തടസ്സമായിട്ട് നിങ്ങളുടെ ബന്ധത്തിലുണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും അവരത് പരിഹരിച്ച് മുന്നോട്ട് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ തമ്മിലൊരു വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. ഇപ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് തന്നെ പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളാണ്. തേർഡ് പാർട്ടി എന്നൊക്കെ പറയുന്നത് ഇവർക്ക് തന്നെ പരിഹരിക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അവർ അതൊക്കെ പരിഹരിച്ച് നിങ്ങളിലേക്ക് വരാൻ പ്ലാൻ ചെയ്യുന്നു. അതൊക്കെയാണ് അവരുടെ മനസ്സിൽ. നെക്സ്റ്റ് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. തീർച്ചയായിട്ടും അവരുടെ ഒരു ഫുൾഫിൽമെൻ്റ് എന്ന് പറയുന്നത് നിങ്ങളാണ്. നിങ്ങളില്ലാതെ അവരില്ല. അവർ നിങ്ങളുമായിട്ടുള്ള ഒരു ലോങ് ടേം കമ്മിറ്റ്മെൻറ്റ് എല്ലാം ആഗ്രഹിക്കുന്നുണ്ട്. ഒരു വിവാഹം കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നിങ്ങളുമായിട്ട് അവർ അതൊക്കെ പ്ലാൻ ചെയ്യാനായിട്ട് ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളിലേക്ക് അവർ എത്രയും വേഗം വരാൻ ആഗ്രഹിക്കുന്നു. ഭാവിയിലേക്കുള്ള പ്ലാനിങ് നിങ്ങളുമായിട്ട് നടത്തി അതിനെ ഫ്യൂച്ചറിലേക്ക് എന്ത് ചെയ്യേണ്ടതെന്ന് നിങ്ങളുമായിട്ട് പ്ലാൻ ചെയ്ത് നടപ്പിലാക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു. ഓപ്പൺ കമ്മ്യൂണിക്കേഷനൊക്കെയാണ് പറയുന്നത്. പേജ് ഓഫ് പെൻറ്റക്കിൾസ്. ഓക്കെ, ഈ ഒരു സമയം നിങ്ങളിപ്പോൾ എന്താ ആഗ്രഹിച്ചാലും അത് മാനിഫെസ്റ്റ് ചെയ്താൽ അത് നടക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ നിങ്ങളിലേക്കുള്ള അവരുടെ വരവ് സ്പീഡിൽ എളുപ്പത്തിലാക്കാനായിട്ട് ഈ ഒരു ടൈം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യണമെന്ന് യൂണിവേഴ്സ് പറയുന്നു. എന്താഗ്രഹിച്ചാലും അത് നിങ്ങൾക്ക് നടക്കും. ഒരു പോസിറ്റിവിറ്റിയാണ്. കാരണം ആ പേഴ്സൺ അത്രയും ആവേശത്തോടു കൂടി നിങ്ങളിലേക്ക് വരുവാണ്, അതും ഒരു ലോങ് ടേം കമ്മിറ്റ്മെൻറ്റുമായിട്ട്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു സ്വഭാവം പറയുകയാണെങ്കിൽ കുറച്ചൊരു പിടിവാശി ഉള്ള ഒരു വ്യക്തി ആയിരിക്കണം. ആ ഒരു നെഗറ്റീവ് മാത്രമേ പുള്ളിക്കുള്ളൂ. അല്ലാതെ
പുള്ളി എന്ന് പറയാൻ പറ്റില്ല, നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ ആണായിരിക്കാം പെണ്ണായിരിക്കാം. അപ്പോൾ ആ ഒരു വ്യക്തിക്ക് ഒരു പിടിവാശി കാര്യങ്ങളൊക്കെ ഉണ്ട്, അല്ലാതെ അവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നല്ലൊരു കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തിയാണ്, നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, ലവബിൾ ആണ്. ഓക്കെ 10 ഓഫ് കപ്സ് ആണ്. സോറി 10 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. ഫുൾഫിൽമെന്റ് ആണ്. ഒരു ഫാമിലി വിവാഹമൊക്കെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ, ഇപ്പം നിലവിൽ റിലേഷൻഷിപ്പിൽ പോകുന്ന വിവാഹം കഴിഞ്ഞ വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ ബന്ധം ഒരു അടുത്ത ഘട്ടത്തിലേക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു നല്ല രീതിയിലേക്ക് പോകാൻ പോകുന്നു. വിവാഹം കഴിക്കാത്ത വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹം സബലീകരിക്കാനായിട്ട് പോകുന്നു എന്നുള്ളതാണ്. വിവാഹം, കുട്ടികളില്ലാതെയൊക്കെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങളിലേക്ക് ഒരു കുട്ടി വരുന്നു, പ്രഗ്നൻസിക്കൊക്കെ സാധ്യതയുണ്ട്. ഒരു ലോങ് ടേം കമ്മിറ്റ്മെന്റുമായിട്ട് അവർ നിങ്ങളിലേക്ക് വരുന്നു. ഫുൾഫിൽമെന്റ് ആണ്, എല്ലാം കൊണ്ടും പോസിറ്റിവിറ്റി ആണ്. തീർച്ചയായിട്ടും ഈ ഒരു എനർജി നിങ്ങളുടെ ആണെങ്കിൽ റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. എനിക്കും കൂടി ഒന്ന് അറിയാനാണ് നിങ്ങൾക്ക് എത്ര പേർക്ക് ഇത് റെസനേറ്റ് ആവുന്നുണ്ടെന്ന്. അപ്പോൾ എത്രയും വേഗം നിങ്ങളുടെ ഒരു ആഗ്രഹം നടക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈശ്വരനോട് നന്ദി അറിയിക്കുക, ക്ലെയിം ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എന്നെ കൂടി സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്